കേരളക്കര ഉറ്റുനോക്കുന്നത് ജോസ് കെ മാണിയുടെ നിലപാടിന്റെ ക്ലൈമാക്സിലേക്ക് തന്നെയാണ്. LDF-ൽ തന്നെ തുടരുമെന്ന് ഉറപ്പിച്ച് നിലപാട് പറഞ്ഞിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഏറ്റവും വലിയ രാഷ്ട്രീയ സസ്പെൻസായി കേരള കോൺഗ്രസ് എം മുന്നണി മാറ്റം ചർച്ച ചെയ്യപ്പെടുകയാണ്. ജോസ് കെ മാണി LDF-നൊപ്പം എന്ന് പുറമെ പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ MLA-മാരുടെ സമ്മർദ്ദവും UDF-ന്റെ ക്ഷണം പടിവാതിൽക്കൽ നിൽക്കുന്നതും ജോസിനെ പ്രതിസന്ധിയിലാക്കുന്നു. ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയത്. ആദ്യം വന്ന പോസ്റ്റിൽ LDF എന്ന് പരാമർശിക്കാതെ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങുമെന്ന് മാത്രം എഴുതി. എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം അത് തിരുത്തി ഇടതുമുന്നണിക്കൊപ്പം എന്ന് കൂട്ടിച്ചേർത്തു. ഈ തിരുത്തൽ വെറുമൊരു സാങ്കേതിക പിഴവല്ലെന്നും പാർട്ടിക്കുള്ളിലെ കടുത്ത അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രതിഫലനമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. രാഷ്ട്രീയ നിരീക്ഷകയായ സുനിത ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുവട്ടിൽ ഒരു കമന്റ് ഇടുകയുണ്ടായി. LDF-ൽ തുടരുമെന്നൊരു വരി ഇതിലില്ലല്ലോ, അതെന്താ മാണിസാറിന്റെ മോനെ അങ്ങനെ പിളരുംതോറും വളരുകയാണോ എന്നായിരുന്നു സുനിതയുടെ പരിഹാസം കലർന്ന കമന്റ്. അതിനുശേഷമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടതുമുന്നണി തെളിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ LDF വിട്ടു പോകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടും സമ്മർദ്ദത്തിൽ തന്നെയാണ് ജോസ് കെ മാണി. അജഞ്ചലമാണ് ഞങ്ങളുടെ മുന്നണിയെന്ന് ആണയിട്ടെടുത്തു നിന്നും മറുകണ്ഠം ചാടി അധികാര കസേരയിൽ ഇരിപ്പുറപ്പിച്ച എത്രയോ കാഴ്ചകൾ കേരളക്കര കണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസിന്റെ നാളെ ചേരുന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തോടെ ചിത്രം വ്യക്തമാകുമെന്നുമാണ് കരുതപ്പെടുന്നത്. പാർട്ടിയിൽ പിളർപ്പുണ്ടാകാതെ എല്ലാവരെയും കൂടെ നിർത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് ജോസ് കെ മാണിക്ക് മുൻപിലുള്ളത്. 5 MLA-മാരും ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും ഓരോ MLA-മാരുടെയും നിലപാട് നിർണായകമാകും. കേരള കോൺഗ്രസ് എം LDF വിട്ട് UDF-ലേക്ക് മടങ്ങുമോ എന്ന കാര്യത്തിൽ നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അന്തിമ ചിത്രം വ്യക്തമാക്കും. നിലവിൽ LDF-ൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദം മുറുകുകയാണ്. ജോസ് കെ മാണിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ മാറ്റങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ആദ്യം പുറത്തുവിട്ട പോസ്റ്റിൽ LDF എന്ന വാക്ക് പരാമർശിക്കാതിരുന്നത് ബോധപൂർവം തന്നെയാണ്. ഒരു മണിക്കൂറിന് ശേഷം പോസ്റ്റ് തിരുത്തി ഇടതുമുന്നണിക്കൊപ്പം എന്ന് ചേർത്തത് CPM നേതൃത്വത്തിന്റെ സമ്മർദ്ദം മൂലമാണെന്നും സൂചനയുണ്ട്. ഇടതിന്റെ യൂട്യൂബ് പോരാളിയായ സുനിത ദേവദാസിന്റെ കമന്റ് ഇതിനുദാഹരണമാണ്. KM മാണിക്ക് തലസ്ഥാനത്ത് സ്മാരകം പണിയാൻ 25 സെന്റ് ഭൂമി അനുവദിച്ചത് CPM-ന്റെ അനുനയ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ്.